നമ്മുടെ ഇപ്പം എൻ്റെ കേരളം പ്രോഗ്രാമിൻ്റെ ഇവിടെ അവയർനെസ് കൊടുക്കാനായിട്ട് എൻ്റർടൈൻമെൻറ്റിലൂടെ അവയർനെസ് കൊടുക്കാനായിട്ട് കലാഭവൻ രാജേഷ് സാറ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രോഗ്രാം കഴിഞ്ഞു, നല്ല പ്രോഗ്രാമായിരുന്നു. അവയർനെസ് ത്രൂ എൻ്റർടൈൻമെൻറ്റ് ഞാൻ കണ്ടു, ആ പോസ്റ്റേഴ്സും കണ്ടു. അപ്പോൾ അങ്ങനെ ഒരു കോൺസെപ്റ്റിലോട്ട് എത്തിയത് എങ്ങനെയാണ്? ഇത് നമ്മൾ കലാകാരന്മാരെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് പ്രതിബദ്ധതയുണ്ട് സമൂഹത്തിനോട്. പലരും അത് അതിൻ്റേതായ പൂർണ്ണമായ അർത്ഥത്തിൽ എടുക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ സത്യത്തിൽ ഏതൊരു എൻ്റർടൈൻമെൻറ്റ് കലാരൂപങ്ങൾ നമുക്ക് എടുത്ത് നോക്കുകയാണെങ്കിലും അതിലൂടെ സമൂഹത്തിന് പരിവർത്തനം നടത്താനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കൊടുക്കാറുണ്ട്. പക്ഷേ ഞങ്ങൾ എന്താണെങ്കിൽ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ്, കലാഭവനിൽ നിന്നും വന്നിട്ടുള്ള ഞങ്ങളുടെ കുറച്ച് കലാകാരന്മാരുടെ ഒരു ഗ്രൂപ്പ് ഒരു 2015 മുതൽ ഞങ്ങൾ തുടങ്ങിയിട്ടുള്ള ഒരു സർക്കാരിന് വേണ്ടി, അല്ലെങ്കിൽ അതത് സർക്കാരുകൾ ആരാണ് ആ സമയത്ത് ഭരിക്കുന്നത് അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പരിപാടികൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ 2019 200ഓളം പരിപാടികൾ ഓൾ കേരള ഞങ്ങൾ ചെയ്തു. അതുപോലെ തന്നെ തുടർച്ചയായിട്ട് ഇപ്പം ആരോഗ്യവകുപ്പ്, അതുപോലെ ഇൻഫർമേഷൻ വകുപ്പ്, അതുപോലെ ഇപ്പം നമ്മുടെ വനിതാ ശിശു വികസന വകുപ്പ്, ഇവർക്കൊക്കെ വേണ്ടിയിട്ട് മൊത്തം നോക്കുകയാണെങ്കിൽ 1000-ന് മുകളിൽ പ്രോഗ്രാമുകൾ ഇതിനോടൊക്കെ ചെയ്ത് കഴിഞ്ഞു. അറ്റൻഷൻ നമുക്ക് ആൾക്കാർക്ക് അല്ലെങ്കിൽ എന്താ പറയുക കലയിലൂടെ കുറച്ചുകൊണ്ട് കൊടുക്കുമ്പോൾ റീച്ച് കൂടുതലായിരിക്കും. കാരണം ഒരു കലാപരിപാടി ഇഷ്ടമുള്ളവരായിരിക്കുമല്ലോ കൂടുതൽ. അപ്പം അതിലൂടെ നമ്മൾ സാമൂഹിക പ്രസക്തിയുള്ള കാര്യങ്ങളിൽ എത്തിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് കുട്ടികളിലേക്ക് ഇപ്പോൾ അതിൻ്റെ ഒരു കാലഘട്ടം അറിയാലോ, കുറച്ചുകൂടെ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പം അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പം അത് വിജയത്തിലേക്ക്, ഇതുവരെ ചെയ്തിട്ടുള്ള പരിപാടികൾ നല്ല വിജയത്തിലേക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും നമ്മളെ പരിപാടിയായിട്ട് വിളിക്കുന്നത്.